പണ്ട് കാലത്ത് നമ്മളെ വീട്ടിൽ അപ്പമൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ പൂക്കളൊക്കെ വീട്ടിൽ തന്നെ പിച്ചി അടുത്തുള്ള വീട്ടിലും പൂക്കളൊക്കെ പിച്ചി. ഇതിപ്പോൾ ആമ്പൽപ്പൂവാണ് കേട്ടോ. പക്ഷെ മുട്ടിട്ട് നിൽക്കുന്ന രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് വരും. നമ്മൾ തളിക്കുന്ന ദിവസമാണ് ഇതെടുക്കുന്നത്. നമുക്ക് വെളുപ്പാങ്കാലത്ത് പോയി എടുക്കാനുള്ള സമയപരിധികളുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ തളിക്കുന്ന ദിവസമേ പിച്ചി എടുത്ത് വയ്ക്കും. ഇപ്പോൾ അടുത്ത വീട്ടിൽ തന്നെ ഒരു താമരക്കുളമുണ്ട്. ആ താമരയിൽ നിന്ന് നമ്മൾ ഒരു 2 താമരയല്ല, ആമ്പൽ, ചെമ്പരത്തിപ്പൂവ്, അങ്ങനെ നമ്മൾ 4 ഐറ്റം പൂക്കളാണ് എടുക്കുന്നത്. പിന്നെ അങ്ങ് വയലിൽ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നല്ലൊരു മഞ്ഞപ്പൂ, അതായത് പണ്ടുള്ളവർ പറയും ഈ പൂ പിച്ചി നമുക്ക് പല്ലിൻ്റെ ഇടയിൽ വെച്ചാൽ പല്ല് വേദന മാറും. പക്ഷേ അതൊക്കെ പണ്ട് പറയുന്നതിന് ഇപ്പോഴത്തെ ഫെസിലിറ്റീസൊന്നും നമുക്കതൊന്നും ചെയ്താലൊന്നും ശരിയാവത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്കായാലും നമുക്കായാലും അങ്ങനെ അതിലത്തെ മഞ്ഞപ്പൂവൊക്കെ പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പാലപ്പൂ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പലയിടത്തും പല പേരുണ്ട്. നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ പൂക്കൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്ത് എണീച്ച് ഇവിടെ ചാണകമൊക്കെ തളിച്ച് മറ്റേ പഴയ പൂക്കളൊക്കെ അത്തത്തിനുള്ള പൂക്കളൊക്കെ എടുത്തുകൊണ്ടൊന്ന് കളയും. അതൊക്കെ കളഞ്ഞിട്ട് അവിടെ തൂത്തിട്ട് ചാണകം നല്ലതുപോലെ മെഴുകും. ഞാൻ ഇത് അത്തത്തിട്ടൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. തറയിൽ തന്നെയാണ്, മുറ്റത്ത് തന്നെയാണ് അത്ത ഇടുന്നത്. ഈ പ്രാവശ്യം ഞാൻ തിട്ടായിട്ടൊന്നും കെട്ടിയിട്ടില്ല. നമ്മൾ എവിടെ ഇട്ടാലും നല്ല ശുദ്ധിയോടെ ഇടണമെന്നുണ്ടെങ്കിൽ അത് അത്താണ്. പണ്ട് അങ്ങനെ അത്തത്തിട്ടൊന്നും ആരും കെട്ടാറില്ല. ഇങ്ങനെ ചാണകം മെഴുകിയിട്ട് തന്നെയാണ്. അപ്പോൾ നോക്കിയപ്പോഴൊരു വണ്ട്. ഇത് നമ്മൾ ഉരുട്ടി വയ്ക്കുന്ന ഗണപതിയെ സങ്കല്പിച്ചാണ് നമ്മൾ ഈ ചെറിയൊരു ചാണകം നമ്മൾ ഉരുട്ടി വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ പൂക്കളായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് വെക്കുന്നത് അത് കണക്ക് വയ്ക്കും. ഇതിപ്പോൾ ഞാൻ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വരയ്ക്കുന്നില്ല. പണ്ട് കാലത്ത് എങ്ങനെയാണ് ഇടുന്നത് അതേപോലെയാണ് ഇടുന്നത്. ഒരു ദിവസം ഒരു പൂ, ഒരു കളറുള്ള ഒരു ഇനം പൂ, അങ്ങനെ ആണ് ഞാനിവിടെ അത്തം ഇട്ടിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ 4 കളറായിട്ടാണ് ഇട്ടിരിക്കുന്നത് തോന്നുന്നു. 4 കളർ. എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ 4ആണോ 5ആണോ എന്ന് കൺഫ്യൂഷൻ വന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ.